ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓണസദ്യയിലെ മെയിൻ ഒരു ഐറ്റം ആയിട്ടുള്ള ഓലൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാനിവിടെ 2 തരം ഓലൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് നമ്മൾ കുറച്ച് മത്തങ്ങയും കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം കുറച്ച് മത്തങ്ങയും കുമ്പളങ്ങയും നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചില ആൾക്കാർ മത്തങ്ങയുടെ ഈ തൊലിയോടുകൂടി തന്നെ ഇടും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ മത്തങ്ങയ്ക്കൊക്കെ നമ്മൾ അറിയില്ലല്ലോ, വിഷം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൊലിയൊന്നും എടുക്കാതെ നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തേക്കണത്. പിന്നെ ഒരു ഓലൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടോ, ഈ പയറിട്ടിട്ട് ഓലൻ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഞാൻ ചെയ്യാൻ പോണ ഓലൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചും ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ ഒഴിക്കാതെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുമ്പളങ്ങ തന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓലൻ. മത്തങ്ങ തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ, പകുതി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ 2 ടൈപ്പിൽ, ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും ഒന്ന് തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഓലിന് പച്ചമുളക് ഇടും, ചിലവർ ഇടില്ല കേട്ടോ. ഞാനപ്പം പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാത്തതിൽ 2 പച്ചമുളകും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിൽ 1 പച്ചമുളക് ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോണത് തേങ്ങാപ്പാൽ ഒഴിക്കാത്ത ഓലനാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയുടെയും കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഒന്ന് കീറി ഇട്ടിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മത്തങ്ങയും കുമ്പളങ്ങയും പെട്ടെന്ന് വേവുമല്ലോ, നമ്മൾ കനം കുറച്ച് അരിഞ്ഞേക്കല്ലേ, അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അത് വേവും. ഇപ്പം നമ്മൾ അടുപ്പൊക്കെ തുറന്ന് നോക്കിയപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആ വെള്ളം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് വെള്ളമുള്ളത് കുറച്ച് നേരം ആ ചീനച്ചട്ടി തന്നെ ഇരിക്കുമ്പം ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിക്കോളും കേട്ടോ, ഒരു തിക്നെസ് വന്നോളും. ഇനി നമുക്ക് അടുത്ത ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ മത്തങ്ങ, കുമ്പളങ്ങ, കുറച്ച് പച്ചമുളക്, പിന്നെ നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ഉപ്പും ഇട്ട് നമ്മൾ ഈ 2-ാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ കാണിക്കണുള്ളൂ. 2-ാം പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി ആ വെള്ളപ്പയർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, അത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 1-ാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് 1-ാം പാൽ ഒഴിച്ച് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പയർ ചേർത്ത ഓലൻ റെഡിയായി കേട്ടോ. അപ്പം നമ്മളിതിൽ പയർ ചേർക്കണില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തിളച്ച് വന്നപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തു. അത് ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം നമുക്കൊരു ചെറിയൊരു വെള്ളം പോലെ തോന്നുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയാവും കേട്ടോ. നമ്മൾ ആ ചീനച്ചട്ടിയിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ അതൊന്ന് കട്ടിയാവും. അപ്പം നമ്മളിത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് ഓലൻ റെഡിയായിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ഓലൻ. ഈ 2 തരത്തിലുള്ള ഓലനും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 2 ഓലനും 2 സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ കുറച്ച് കണ്ടോ, ആ തിക്നെസ്സൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ ആ തിക്നെസ്സൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ 2 ടൈപ്പ് ഓലനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഓലൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.